സോ മരുമക്കൾക്കും തീർച്ചയായിട്ടും പലതും പറയാനുണ്ട്. ഞാൻ എന്താ ഈ സിറ്റുവേഷൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾവേസ് ദർസ് എ ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് സംതിങ് ഗുഡ്? നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പേരൻസ്, അത് ഇൻലോസ് ആണെങ്കിലും ഓൺ പേരൻസ് ആണെങ്കിലും, ഈസ് ഇറ്റ് സംതിങ് ഗുഡ്? നിങ്ങളുടെ കൂടെ പെർമനന്റ്ലി ദേ ആർ ലിവിങ് വിത്ത് യു. അപ്പം ഞാൻ ഈ ചോദ്യം ചോദിക്കാനൊരു കാരണമുണ്ട്. ഇത് മരുമക്കൾക്ക് മാത്രമല്ല, സ്ട്രാറ്റജിക്കലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹോൾ ഫാമിലിക്ക് ഇറ്റ്സ് നോട്ട് ഗുഡ് എന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം 2 ജനറേഷൻ ഗ്യാപ്പ് ഓൾവേസ് ഇറ്റ് വിൽ ബി ദർ. അപ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ ഈഗോ സ്റ്റേജസിലുള്ള ഡിഫറൻസസ് ഡെഫിനറ്റ്ലി കാണും. പിന്നെ ഇപ്പം ഓൺ പേരൻസ് ആകുമ്പോൾ ബയാസ്ഡ് ആയിട്ടുള്ള തിങ്കിങ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇപ്പം അത് ഭാര്യയാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഒരു ഈഗോ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ഈച്ച് ആൻഡ് എവ്രി ഇൻസിഡന്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്കൊരു പ്രൈവസി ഇല്ലാതെ നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആരാണെങ്കിലും ഓരോ കാര്യത്തിലും കയറി ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട് എനിവേർ. അപ്പം ദ ക്വസ്റ്റ്യൻ അഗെയിൻ, പെർമനന്റ്ലി പേരൻസ്, അത് ആരുടെ ആണെങ്കിലും, ഭാര്യയുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും, റിസൈഡിങ് വിത്ത് യു, ഫോർ മീ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. ഞാൻ തീർത്ത് പറയാം, അതൊരിക്കലും ശരിയല്ല എന്നുള്ളത്. കാരണം വി ഹാവ് ടു ഗിവ് സ്പേസ്, വി ഹാവ് ടു ടേക്ക് അവർ ഓൺ സ്പേസ്. കാരണം അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കുകയും വേണം, സ്വാഭാവികമായിട്ടും നമ്മുടെ സ്പേസ് എടുക്കുകയും വേണം. ഇത് ഒരു 2 ഈഗോ സ്റ്റേജിൽ നിൽക്കുന്നത് ഇപ്പൊ പ്രാക്ടിക്കലി ചിലപ്പം ഇത് പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. ബട്ട് പർപ്പസ്ഫുള്ളി ഇത് ഇസ് വെരി റൈറ്റ്. കാരണം പർപ്പസ്ഫുള്ളി നോക്കുകയാണെങ്കിൽ ദ ഈഗോ ക്ലാഷ് ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു വർക്ക് ഔട്ട്. അപ്പൊ ഇത് ഞാനിത് എടുത്തു പറയാനുള്ള ഒരു ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ക്ലയന്റ്, ഐ എം ജസ്റ്റ് നെയിമിങ് ഇറ്റ് ഹെർ ആസ് ഗായത്രി. എപ്പോഴും പറയാനുള്ള ശരിക്കുള്ള പേരല്ല, ബട്ട് സ്റ്റിൽ ഗായത്രി മാഡത്തിന് ഷി വാസ് ഒരു ലൈക്ക് ഓഫീസ് സെക്രട്ടറി റോളിൽ വർക്ക് ചെയ്ത ഒരു പ്രൊഫഷൻ. ഹൈലി ബിസി ആയിട്ടുള്ള ഷെഡ്യൂള്, ലൈക്ക് എം ഡി ആയിട്ടുള്ള ഡയറക്റ്റ് മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ എപ്പോഴും വരും. അപ്പം ചിലപ്പം ലേറ്റ് നൈറ്റ്സ് ഒക്കെ ആയിരിക്കും പറയുന്നത്. ലേറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓവർ ലേറ്റ് നൈറ്റ്സ് ഒന്നും ഞാൻ പറയില്ല, ബട്ട് സ്റ്റിൽ ഇച്ചിരി വൈകിട്ടൊക്കെ വീട്ടിൽ വരേണ്ട ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ പുള്ളിക്കാരത്തിയുടെ ഭർത്താവിൻ്റെ അമ്മ, ഷി വാസ് മേക്കിംഗ് കമന്റ്സ് ഓൺ ഈച്ച് ആൻഡ് എവറി ഡേ, ആൻഡ് ഷീ ഈസ് മേക്കിംഗ് കംപ്ലൈൻറ്റ്സ് വിത്ത് ഹർ സൺ. ലൈക്ക് യു ഷുഡ് സ്പീക്ക് ടു ഹിം, അവിടെ ഇങ്ങനെ വരാൻ പാടില്ല, താമസിച്ച് വരാൻ പാടില്ല, കുഞ്ഞിനെ നോക്കുന്നില്ല. ബട്ട് ആക്ച്വലി ആ വീടിന്റെ മെയിൻ ബ്രെഡ് ആണെന്ന് തന്നെ മാഡമാണ്. ലൈക്ക് ദ ഹസ്ബൻഡ് വാസ് വർക്കിംഗ്, ബട്ട് സ്റ്റിൽ ഷി വാസ് ദ മെയിൻ ബ്രെഡ് ആണ്. ഇവിടുന്ന് ഇത് തുടർച്ചയായിട്ട് ദ ക്ലാഷസ് സ്റ്റാർട്ടഡ് ഹാപ്പനിങ് ഇൻ ദ ഫാമിലി. പ്രശ്നങ്ങളായി. കുറച്ച് കഴിഞ്ഞ് സംഭവം ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു സജഷൻ ഫ്രം എ കൗൺസിലർ, ഒരു കൗൺസിലിങ്ങിന്റെ ശേഷം ഹീ സജസ്റ്റഡ് ഗിവ് യുവർ മാം സെപ്പറേറ്റ് സ്പേസ്. അപ്പോൾ അവരെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ദ ഷിഫ്റ്റഡ് ഫ്രം ദ പ്ലേസ്. ഇപ്പം അവരുടെ അമ്മയിൽ നിന്നൊന്ന് മാറി താമസിക്കാനുള്ള ഒരു അവസരം ഈ ഫാമിലി ഉണ്ടാക്കി. നൗ ദ ഹസ്ബൻഡ് സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് ഹെർ ഡിഫിക്കൽട്ടീസ് ആൻഡ് ദേ അണ്ടർസ്റ്റുഡ്. കാരണം എന്താണോ നമ്മൾ എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ദേ ലിവിങ് ക്വൈറ്റ് ഗുഡ് നൗ. ആൻഡ് ഹിസ് മദർ ഈസ് ഓൾസോ ഹാപ്പി, ബട്ട് ഷീ ഈസ് ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ഹെർ ഓൺ കമ്മ്യൂണിറ്റി. ഈ ഒരു ഐ സേ ഇറ്റ് ഹാസ് സ്പേസ്. ഈ ഒരു പ്രൈവസി അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് 2 ജനറേഷനും സെപ്പറേറ്റ്ലി നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. സ്ട്രാറ്റജിക്കലി ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട് ഇൻ എ ഫാമിലി. അപ്പൊ ഇതേ സെയിം സിറ്റുവേഷൻ ആയി ഇപ്പം ചിലർക്ക് ചോദിക്കാം, ഇപ്പൊ ഫുൾ ടൈം അമ്മ അച്ഛനും വീട്ടിലേക്ക് വരാനേ പാടില്ല എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. ഞാൻ എപ്പോഴും പറയും, ലൈക്ക് ആസ്ക് ദം ടു ആക്ട് ലൈക്ക് എ ഗസ്റ്റ്. കാരണം നിങ്ങൾക്കിപ്പം നിങ്ങളൊരു ഗസ്റ്റ് റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പോലെ എൽഡേഴ്സിന് വേണമെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലോ വല്ലതും അതേ മൂവ്മെന്റ്സ് ഒന്നും പോസിബിൾ അല്ലാത്തവരാണെങ്കിൽ പോലും ജസ്റ്റ് കീപ് എ സെപ്പറേറ്റ് സ്പേസ് ഓർ എ സെപ്പറേറ്റ് റൂം ഫോർ ദം. സോ വെൻ ദേ കം, യു ക്യാൻ ബി ഹാപ്പി വിത്ത് ദം, യുവർ കിഡ്സ് ക്യാൻ ബി ഹാപ്പി വിത്ത് ദം. എന്നിട്ട് they should act like a guest, and after a certain period of time, maybe for certain days അല്ലെങ്കിൽ ഒരു വീക്ക്, ഒരു മാസത്തിനുള്ളിലൊക്കെ they should go and stay back in their own space. So it's very necessity in this modern era. കാരണം the culture has totally changed and the generation gap should understand that difficulty.